നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ കൂടി വരികയാണ്. UDF എടുക്കണമെന്നുള്ള അപേക്ഷയുമായി അൻവർ പുറകെ നടന്നിരുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ അൻവറിന്റെ ശക്തി ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അൻവറിന്റെ ശക്തി എന്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. നിലമ്പൂരിലെ ചില വോട്ടർമാരുമായി പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടാറുണ്ട്, അവരോട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അന്വേഷിക്കുന്ന സമയത്ത് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് നിലമ്പൂരിൽ PV അൻവർ വിജയിക്കുമെന്ന് തന്നെയാണ്. 1,65,000 വോട്ടുകൾ മാത്രമേ നിലമ്പൂരിൽ പോൾ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. 2 ലക്ഷത്തിലധികം വോട്ടുകളുണ്ട്. 1,65,000 വോട്ടുകളെ പോൾ ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 50,000-ഓളം വോട്ട് PV അൻവർ പിടിച്ചാൽ PV അൻവറിന് വിജയിക്കാൻ കഴിയും. PV അൻവറിന്റെ കുടുംബക്കാരുടെ വോട്ടുകൾ മാത്രം നോക്കുകയാണെങ്കിൽ 25,000 വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ട് എന്ന ഒരു കണക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിന് വലിയ ബന്ധമുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ MLA എന്നുള്ള നിലക്ക് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. സാധാരണക്കാരുമായി വളരെ അടുത്ത ബന്ധമാണ്, എല്ലാവരുമായും നല്ല സൗഹൃദമുണ്ട്. എന്നാലും അദ്ദേഹം UDF-ന് പുറകെ UDF-ൽ എടുക്കണം, UDF-ൽ ഒരു അംഗമാക്കണം, മുന്നണിയിൽ എടുക്കണം എന്ന ആവശ്യവുമായി UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആ സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചങ്കൂറ്റത്തോടുകൂടി ഒറ്റക്ക് മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനത്തെ ഏവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ചില നിലപാടുകൾ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി തിരിച്ചറിയാൻ ശ്രമിക്കണം. നട്ടല് KPCC ആഫീസിൽ കൊണ്ടുപോയി പണയപ്പെടുത്തരുത്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. കൃത്യമായ വോട്ടുകളുണ്ട്. മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് വരെ പിടിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പല സ്ഥലങ്ങളിലും അവർക്ക് ഒറ്റക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള കെലിപ്പുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന്റെ അടിയും കാലും പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ പലപ്പോഴും മുസ്ലിം ലീഗിനെ വെട്ടിക്കൊണ്ട് VD സതീശൻ പല നീക്കങ്ങളും നടത്താറുണ്ട്. ആ നീക്കങ്ങൾക്ക് ലീഗ് വഴങ്ങരുത്. അത് ലീഗിന്റെ ഒരു അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, ഗതികെട്ടൊരവസ്ഥയിലേക്ക് ലീഗിനെ എത്തിക്കും. എന്നാലും ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ PV അൻവറിന് ശക്തമായ രീതിയിലുള്ള ഒരു പിന്തുണയുണ്ടായിരുന്നു. PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അത് ലീഗ് അതിന് നേതൃത്വം കൊടുത്തിരുന്നു. UDF യോഗത്തിൽ ലീഗ് അക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി VD സതീശനെ ഏൽപ്പിച്ചു. VD സതീശനാണ് ഇത് കുളമാക്കിയത് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് VD സതീശൻ RSSന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇന്നലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. RSS എന്ന് പറയുമ്പോൾ എല്ലാവരും BJP-ക്കാരായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടണമെന്നില്ല. RSS എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ആ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, അവരൊക്കെ RSS-നെ സംബന്ധിച്ചിടത്തോളം RSS-കാരാണ്. RSS-ന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും അതിൽ പ്രവർത്തിക്കാം. അത്തരത്തിൽ VD സതീശൻ എന്നേ RSS-കാരനാണ്. പലപ്പോഴും ഇവിടെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ VD സതീശൻ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും VD സതീശന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ആര്യാടൻ ഷൗക്കത്തും ഇപ്പോൾ RSS-ന്റെ കയ്യിലെ ഒരു പാവയാണ് എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. അതായത് ഇവിടെ പാടമൊന്നു ഒരു വിലാപം, അതുപോലെ തന്നെ ദൈവനാമത്തിൽ എന്ന സിനിമ, ഇതൊക്കെ ഇവിടെ അതിന്റെ നിർമ്മാതാവ് ആര്യാടൻ ഷൗക്കത്താണ്. മുസ്ലിം സമുദായത്തിന് ആ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ചെറുതല്ല എന്ന് ഇന്നലെ സുന്നി വിഭാഗം, അതായത് AP വിഭാഗത്തിന്റെ ഒരു വക്താവ് അദ്ദേഹത്തിന്റെ FB-യിൽ കുറിച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ VD സതീശനും RSS-ന് വേണ്ടപ്പെട്ടവരാണ് എന്ന ഒരു വാർത്ത അത് പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. പലപ്പോഴും RSS ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ VD സതീശൻ ഇടപെട്ടു. മുൻപത്തെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന നീക്കം VD സതീശൻ നടത്തി. അതായത് അത് വഖഫ് ഭൂമിയല്ല, അവിടെ ആരും കയ്യേറിയിട്ടില്ല എന്നൊക്കെയാണ് VD സതീശൻ കയറി അങ്ങ് വെച്ച് കാച്ചിയത്. പലപ്പോഴും RSS-നെ അനുകൂലിക്കും വിധത്തിലുള്ള നിലപാട് VD സതീശൻ സ്വീകരിച്ചിരുന്നു. ഇവിടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ RSS-നോടുള്ള ആ ഒരു അടുപ്പം VD സതീശൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്, അവർ മോശപ്പെട്ടവരാണ്, അവർ ശരിയല്ല എന്നൊക്കെ പറയുന്ന ഷൗക്കത്തിന്റെ സിനിമകൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു സുന്നി നേതാവ് പറഞ്ഞ കാര്യമാണ്, ഒരു സുന്നി വിഭാഗത്തിന്റെ വക്താവ് പറഞ്ഞ കാര്യമാണ്. അതായത് തീവ്ര ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം പോലും പറയാതെ നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഹിന്ദുത്വ തീവ്രവാദം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒന്നും പറയാതെ, അക്കാര്യങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമകൾ തീർച്ചയായും അത് സംഘപരിവാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അവരുടെ പ്രീതിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സംഘപരിവാറിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി ഷൗക്കത്ത് മാറി. നിലമ്പൂരിൽ BJP ആദ്യം സ്വീകരിച്ച നിലപാട് അവിടെ മത്സരിക്കേണ്ട എന്നാണ്. പിന്നീട് BDJS മത്സരിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് മാറി. ഏറ്റവും അവസാനം നിവൃത്തിയില്ലാതെ ഗതികെട്ട് പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉണ്ടായപ്പോൾ മോഹൻരാജ് എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ്സുകാരനെ പിടിച്ച് BJP സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തി. BJP ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഉരുണ്ട് കളിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. അതായത് VD സതീശനും ഷൗക്കത്തിനും, ആര്യാടൻ ഷൗക്കത്തിനും വേണ്ടിയാണ് എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, തീവ്രവാദ പാർട്ടിയാണ്, ഭീകരവാദ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിനെ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ ഇഷ്ടം പോലെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ ആര്യാടൻ ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തില്ല, കൺവെൻഷനിൽ പങ്കെടുത്തില്ല. എന്തായാലും ഇന്നലെ അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാദിഖ് അലി തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ്, മുനവർ അലി തങ്ങൾ ദുബായിലാണ്. ഈ ദുബായ് യാത്ര ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിനേക്കാൾ വലുത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനേക്കാൾ വലുത് മുനവർ അലി തങ്ങൾക്ക് ദുബായ് യാത്ര തന്നെയാണ്. സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്, ഹജ്ജിന് പോകേണ്ട സമയം ഇത് തന്നെയാണ്, അത് മാറ്റിവെക്കാൻ കഴിയില്ല. മറ്റേത് മാറ്റിവെക്കാമായിരുന്നു, എന്തുകൊണ്ട് മാറ്റിവെച്ചില്ല? ആര്യാടൻ ഷൗക്കത്ത് തുടർച്ചയായി മുസ്ലിം ലീഗിനെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ വക്താവ് ഞാൻ പറഞ്ഞു, മുഹമ്മദ് അലി കിനാലൂർ, അദ്ദേഹത്തിന്റെ FB പേജിൽ രേഖപ്പെടുത്തിയ കുറിപ്പിൽ ഷൗക്കത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ടും VD സതീശന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടും ഒക്കെ കൃത്യമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാണ്, അതായത് ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശമായി പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് ഇവിടെ അൻവറിനെ UDFൽ എടുക്കാത്തത്, മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് VD സതീശൻ ഉച്ചത്തിലാണ് പറയുന്നത്. എന്നാൽ BJP നേതാവ് സന്ദീപ് ജി വാര്യരെ കോൺഗ്രസിലേക്ക് എടുക്കാൻ, UDFുമായി സഹകരിപ്പിക്കാൻ ആർക്കും ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്, ഒന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല. പക്ഷെ അൻവർ തിരുത്തണം, തിരുത്തിയാലേ അൻവറിനെ UDFൽ എടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും കൃത്യമായി അത് ഒരു RSS നിലപാടാണ്, BJP നിലപാടാണ്. RSSന് വേണ്ടിയാണ് VD സതീശൻ പണിയെടുക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു തെളിവാണ്, ഉദാഹരണമാണ്. എന്തായാലും കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരും ഒക്കെ ഏറെക്കുറെ അവർ RSS ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളാണ്. RSS പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകളാണ്. ഒരു MLA പോലും ഇല്ലാതെ കേരളത്തിൽ RSSനും BJPക്കും ഒക്കെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ആ പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിണറായി വിജയനും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അത്തരത്തിലുള്ളതാണ്. എന്തായാലും RSSന് വേണ്ടി, RSSനെ സുഖിപ്പിക്കും വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ VD സതീശനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവറിനെ മെരുക്കാൻ ശ്രമിച്ചു, പരമാവധി ഒതുക്കാൻ ശ്രമിച്ചു. അൻവർ എന്തായാലും ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു, മുന്നോട്ട് പോകുന്നു. അൻവറിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നിലമ്പൂരിലെ വോട്ടർമാരും അൻവറിനൊപ്പമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.